കോൺഗ്രസിലേക്ക് എന്ന വാർത്ത തള്ളാതെ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും നടനുമായ പ്രേംകുമാർ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ വിളിച്ചു എന്ന് പ്രേംകുമാർ. പാർട്ടി മാറുമോ എന്ന ചോദ്യത്തിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാനാകില്ല എന്നും പ്രേംകുമാർ. കടകംപള്ളി സുരേന്ദ്രനും തന്നെ വിളിച്ചിരുന്നുവെന്നും പ്രേംകുമാർ പറഞ്ഞു. KC ഒക്കെ എൻ്റെ ഏറ്റവും നല്ല സൗഹൃദമുള്ള ആൾക്കാരാണ്. അത് കോൺഗ്രസിലുണ്ട്, CPM-ലുണ്ട്, എല്ലാ പാർട്ടികളിലും എനിക്ക് ഏറ്റവും നല്ല സൗഹൃദമുള്ളവരുണ്ട്. അവർ പലരും എന്നെ വിളിക്കുന്നുണ്ട്, വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. അങ്ങനെ KC ഇടയ്ക്ക് വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. സൗഹൃദം കിട്ടുന്നു, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു കാര്യവും ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്ത് ജീവിക്കുന്ന ആളല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നു, അതെനിക്കറിയില്ല. എന്താണ് നാളെ സംഭവിക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. ഞാനൊരിക്കലും ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ആളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ലല്ലോ. ഞാനൊരു പാർട്ടിയിലും മെമ്പർഷിപ്പുള്ള അംഗത്വമുള്ള ഒരാളല്ല. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഉമേഷ്, പ്രേംകുമാർ കോൺഗ്രസിലേക്ക് പോകുന്ന അല്പസമയം മുമ്പാണ് വാർത്തകൾ പുറത്തുവരുന്നത്. നടൻ അത് സ്ഥിരീകരിക്കുന്നുണ്ടോ? KC വേണുഗോപാലൊക്കെ ചർച്ച നടത്തിയെന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ടല്ലോ. അദ്ദേഹം പൂർണ്ണമായി സ്ഥിരീകരിക്കുന്നില്ല, പക്ഷേ തള്ളുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് നാളെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ തനിക്ക് പറയാൻ കഴിയില്ല. താൻ ഏതെങ്കിലും രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ആളല്ല. കാലങ്ങൾ അനുസരിച്ച് തന്റെ തീരുമാനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാം. അതേസമയം തന്നെ KC വേണുഗോപാൽ ചർച്ചയ്ക്കല്ല ക്ഷണിച്ചത്, തന്നെ വിളിച്ചത് സൗഹൃദത്തിന്റെ ഭാഗമായിട്ടാണ്. ഇത്തരത്തിൽ താൻ ഇതുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന സാഹചര്യത്തെ സംബന്ധിച്ച് തനിക്കൊരു അനീതി നേരിട്ടു എന്ന് തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്റെ തുറന്നു പറച്ചിലുണ്ടായ സാഹചര്യത്തിലാണ് തനിക്ക് KC വേണുഗോപാലിന്റെ കോൾ വരുന്നത്. അദ്ദേഹവും സമ്മതിക്കുന്നുണ്ട് തനിക്ക് ഒരു അനീതി നേരിട്ടു എന്ന്. എന്തായാലും അദ്ദേഹത്തെ കൂടാതെ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരും വിളിച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്തായാലും തന്റെ തുറന്നു പറച്ചിലിന് ശേഷം ഇത്തരത്തിൽ നേതാക്കൾ വിളിക്കുന്നത് നല്ല കാര്യമാണ്. എന്തായാലും നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. തന്റെ കുടുംബം കോൺഗ്രസ് കുടുംബമാണെന്ന് നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഇത് അദ്ദേഹത്തിന്റെ പോക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചായ്വ് ഒരുപക്ഷെ കോൺഗ്രസിലേക്കാണ് എന്നൊരു സൂചന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.